ഉടമ്പടി എടുത്തതിനുള്ള പ്രധാന കാരണം എൻ്റെ 4th ഇയറിൽ ഫൈനൽ ഇയർ എക്സാം പാസ്സാകാനും ആ ഇയറിൻ്റെ ഫീസ് അടയ്ക്കാനുമാണ്. എൻ്റെ ചാച്ചയാണ് ഒരു കൂലിപ്പണിക്കാരനും അമ്മയാണ് ഒരു ചെറിയ കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ചെറിയ വരുമാനം കൊണ്ട് എൻ്റെ ആ ഫൈനൽ ഇയറിൻ്റെ ഫീ അടയ്ക്കാനുള്ള പ്രാപ്തിയില്ല. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു, ഒരു വഴി തുറന്നു തരണേന്ന്. അത്രയും നാൾ ഉണ്ടാകാതിരുന്ന ലോണ് വേഗം വരികയും അങ്ങനെ ഒരു 3/4 ഫീസ് ഞാൻ അടച്ചു. അപ്പോൾ ഞങ്ങൾ ഡിസംബറിൽ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് ഫുൾ ഫീസ് അടച്ചാലേ നമ്മളെ അവിടെ നിന്ന് ഇറക്കത്തുള്ളൂ. ഞാൻ 10,000 രൂപയും കൂടി പെൻഡിങ് ഉണ്ട്, അതടയ്ക്കാൻ എൻ്റെ കയ്യിൽ ഒരു വഴിയുമില്ല. ഞാൻ മാതാവിനോട് അന്നേരം പ്രാർത്ഥിച്ചു, ഇതിനൊരു വഴി ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത കൂട്ടുകാരിയുണ്ട് മരിയ, അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. മരിയ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാം, നമുക്കൊന്നിച്ച് കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കോളേജിൽ ചെന്നു, മാമിനെ കണ്ടു. അപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് മാത്രമേ അവിടെ അന്നേരം അപ്ലൈ ചെയ്യാനുള്ളൂ, ഫീസ് അടയ്ക്കാത്തതുകൊണ്ട്. ബാക്കി എല്ലാവരുടെയും കൊടുത്തു കഴിഞ്ഞു. കുറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് 10,000 രൂപ മരിയ വഴി എനിക്ക് റെഡിയാക്കി തന്നു. അത് മാതാവ് അയച്ചെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, മുന്നേ ചർച്ച് പെർമിഷൻ കിട്ടിയപ്പോൾ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിലായിരിക്കുന്ന സമയത്ത് നേർച്ച ഇടാൻ എൻ്റെ കയ്യിലൊരു 10 രൂപയുണ്ട്. അന്ന് ഞാൻ ഉടമ്പടിയിലാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക, ഈ 10 രൂപ എന്നേക്കാളും അവകാശപ്പെട്ടത് മരിയയാണ്, മരിയയ്ക്ക് വേണം ഇത് കൊടുക്കാനെന്ന്. അന്നേരം മരിയ എൻ്റെ തൊട്ടടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ പൈസ മരിയയ്ക്ക് കൊടുത്തു, 10 രൂപ. ആ 10 രൂപയാണ് എൻ്റെ ഫീസായിട്ട് 10,000 രൂപയാക്കി മാതാവ് എനിക്ക് തന്ന് ഫീസ് അടച്ചത്. പഠിക്കുന്ന ഒരു കാര്യം അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ മറന്നു പോകും. അന്നേരം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥന മുടക്കിയില്ല. മാതാവെ, ഞാൻ എനിക്കുള്ളത് ചെയ്യുക, ബാക്കിയെല്ലാം മാതാവിൻ്റെ കയ്യിലാണ്, 0 മെറിറ്റിലാണ് ഞാൻ നിൽക്കുന്നത്, മാതാവ് വഴിയേ ഞാൻ പാസ്സാകുകയുള്ളൂ, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞു. നിരാശ എന്നെ പിടികൂടുന്ന സമയത്ത് ഇങ്ങനെ തോന്നിപ്പോവും, ഞാൻ പാസ്സാവും തോന്നിപ്പോയിരുന്നു. അന്നേരം ഞാൻ പിന്നെയും പ്രാർത്ഥിക്കും, മാതാവ് എന്നെ തോപ്പിച്ച് കളയല്ലേ, എൻ്റെ കഴിവിലല്ല ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ പാസ്സാക്കണേന്ന്. എക്സാം ഹാളിൽ കയറാൻ നേരത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് കയറുന്നത്. ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും എന്തൊക്കെയോ ഞാൻ എഴുതി, പഠിച്ചതും പഠിക്കാത്തതൊക്കെ വന്നു, അതൊക്കെ എഴുതി. ഒന്നും എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ എഴുതിയേക്കുന്നതെന്ന്. വിശുദ്ധ തൈലം ഉപ്പും ഞങ്ങൾ റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഷാളിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും നെറ്റിയിൽ തൈലവും പൂശി ഇറങ്ങാറ്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അകത്തേക്ക് കയറി. എൻ്റെ ഹോൾ ടിക്കറ്റിലായിക്കോട്ടെ ബുക്ക്ലെറ്റിലായിക്കോട്ടെ ഞാൻ എൻ്റെ കഴുത്തിലൊക്കെ ഉപ്പുണ്ടായിരുന്നു. ഞാനത് 2 തരിയൊക്കെ ഉള്ളൂ, ഞാൻ അത്രയും അത് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ കയ്യിൽ ഒരു മെറിറ്റുമില്ല, ഞാൻ 0 ആയിട്ടാണ് നിൽക്കുന്നത്, അമ്മ വേണം എന്നെ പാസ്സാക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി. വേറെ വഴിയൊന്നുമില്ലായിരുന്നു എൻ്റെ കയ്യിൽ. പ്രാർത്ഥന ഞാൻ മുടക്കിയില്ല. ആ സമയത്ത് സാക്ഷ്യം കേട്ടോണ്ടിരുന്നു. അങ്ങനെ മാർച്ച് 4-ാം തീയതി വൈകുന്നേരം എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതിൽ ഞാൻ ജസ്റ്റ് പാസ്സാകണമെന്ന് പ്രാർത്ഥിച്ചെടുത്ത് എന്നെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അമ്മ മാതാവ് എന്നെ പാസ്സാക്കി.